ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. ആതുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹൃദയത്തിൽ ഉണ്ണീശോയെ സ്വീകരിക്കുവാനായി പുണ്യപ്രവൃത്തികളുടെ നക്ഷത്ര വിളക്കുകളും ഒരുക്കി കാത്തിരിക്കുന്ന പ്രിയ ശാലോം പ്രേക്ഷകരെ, അഡ്വൻറ്റ് സീസണിലെ രണ്ടാമത്തെ ആഴ്ച നാം തെളിയിക്കുന്നത് സമാധാനത്തിൻ്റെ തിരിയാണ്. ഈശോ നൽകുന്ന സമാധാനം നിങ്ങൾ ഓരോരുത്തരിലും നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ക്രിസ്തുമസിന് ഒരു ഓഫ് കിട്ടാത്തതിൻ്റെ പരിഭവം ഒരുപാട് നഴ്സുമാരുടെ ഉള്ളിലുണ്ടായിരിക്കുമല്ലേ? എന്നാൽ ഒന്ന് മറിച്ച് ചിന്തിച്ച് നോക്കൂ. ഡ്യൂട്ടി കഴിഞ്ഞ് നാം വീട്ടിലെത്തിയാൽ നമുക്ക് പള്ളിയിൽ പോകാം, നമുക്ക് എല്ലാ ആഘോഷങ്ങളിലും പങ്കുചേരാം. എന്നാൽ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളുമായി ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റായിരിക്കുന്ന രോഗികളുടെ അവസ്ഥയോ? ഈശോയുടെ കരുണയും സ്നേഹവും അനുഭവിച്ചെറിഞ്ഞ നമ്മളിലൂടെയല്ലേ ക്രിസ്മസിൻ്റെ സന്തോഷവും മാധുര്യവും അവരിലേക്ക് പകർന്നു കൊടുക്കേണ്ടത്? നാം ശുശ്രൂഷിക്കുന്ന ഓരോ രോഗികളിലും ഉണ്ണീശോയെ കണ്ടുകൊണ്ട് നാം അവരെ പരിചരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിലും ഉണ്ണി പിറക്കുന്നു. ഇപ്പോൾ നമുക്ക് വചനമാകുന്ന ഉണ്ണീശോയെ ശ്രവിക്കാം. ഇന്ന് നമുക്കായി വചനം പങ്കുവയ്ക്കുന്നത് തൃശ്ശൂർ സെൻറ് തോമസ് കപ്പൂച്ചിൻ പ്രൊവിൻസിലെ വികാർ പ്രൊവിൻഷ്യലായ ഫാദർ ജോയ് മാനാച്ചേരിയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് അച്ഛനെ ശ്രവിക്കാം. ഈശോയിലേറ്റം സ്നേഹം നിറഞ്ഞ നേഴ്സ് സഹോദരി സഹോദരന്മാരെ, സമാഗതമാകുന്ന ക്രിസ്തുമസിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. നമ്മളിപ്പോൾ ആഗമന കാലത്തിലാണല്ലോ. രക്ഷകൻ്റെ വരവിന് വേണ്ടി വളരെ പ്രതീക്ഷയോടുകൂടെ കാത്തിരുന്ന ദൈവജനത്തിൻ്റെ ഒരുക്ക മനസ്സാണ് ആഗമനകാലത്തിൻ്റെ പ്രത്യേകത. ആഗമനകാലത്തിലായിരിക്കുന്ന നമുക്കും വേണ്ടത് ഇത്തരത്തിലുള്ള ഒരു ഒരുക്ക മനസ്സാണ്, ഒരു കാത്തിരിപ്പ്. ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ദൈവത്തെ വിളിച്ച് കാത്തിരുന്നു വർഷങ്ങളോളം. 40 വർഷങ്ങൾ മണലാരണ്യത്തിലൂടെ അലഞ്ഞ് അവർ വാഗ്ദത്ത ഭൂമിയിലേക്ക്, കാനാൻ ദേശത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി കാത്തിരിപ്പ്. ഇസഹാക്കിനെ കിട്ടാൻ വേണ്ടി അബ്രാഹം നീണ്ടൊരു കാത്തിരിപ്പ്. എന്ന് പറഞ്ഞാൽ വചനം മുഴുവൻ ഒരു കാത്തിരിപ്പിൻ്റെ സദ്വാർത്തയാണ് നമുക്ക് നൽകുന്നത്. പഴയ നിയമവും പുതിയ നിയമവും. ഫിലിസ്ത്യരുടെ ശത്രുക്കളായി ഫിലിസ്ത്യരുടെ ആക്രമണത്തിന് രക്ഷപ്പെടാൻ വേണ്ടി, പ്രത്യേകിച്ച് ഗോലിയാത്തിൻ്റെ ആക്രമണത്തിന് രക്ഷപ്പെടാൻ വേണ്ടി ദാവീദിന് വേണ്ടി കാത്തിരിക്കുന്ന ഇസ്രായേൽ ജനത്തെയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പഴയ നിയമം മുഴുവൻ ഒരു കാത്തിരിപ്പിനെ നമ്മൾ കാണുന്നു. പുതിയ നിയമത്തിലേക്ക് എത്തുമ്പോഴും ഈശോയ്ക്ക് വേണ്ടി, രക്ഷകന് വേണ്ടി കാത്തിരിക്കുന്ന ജനം, രക്ഷകൻ്റെ വരവിന് ശേഷം ഈശോയുടെ പരസ്യജീവിത കാലഘട്ടത്തിൽ പലരും ഈശോയെ പല രീതിയിൽ കാത്തിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഒരുത്തൻ മരത്തിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നു. സക്കേവൂസ് കർത്താവിനെയും കാത്തിരിക്കുകയാണ് മരത്തിൻ്റെ മുകളിൽ. ബെർത്തമിയൂസ്, ജെറിക്കോയിലെ തെരുവീഥികളിൽ ഭിക്ഷയാച്ചു കൊണ്ടിരുന്ന അന്ധനായ ബെർത്തമിയൂസ് കാത്തിരിക്കുന്നത് കർത്താവിൻ്റെ സ്നേഹസ്പർശനത്തിന്, സൗഖ്യസ്പർശനത്തിന് വേണ്ടിയിട്ടാണ്. അവൻ ഭിക്ഷയോ ചോദിക്കുന്നത് കർത്താവിനോട് തനിക്ക് കാണണം, കാഴ്ച കിട്ടണം എന്നുള്ളതാണ്. ജനങ്ങളുടെ തിക്കും തിരക്കുമൊക്കെ അവഗണിച്ചുകൊണ്ട് രക്തസ്രാവക്കാരി സ്ത്രീ ജനക്കൂട്ടത്തിൽ തന്നെ ആ തിക്കിലും തിരക്കിലും പെട്ട് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു.
കുഷ്ഠരോഗികളായിട്ടുള്ളവരോ ഗ്രാമത്തിന് വെളിയിൽ, അവർക്ക് ഗ്രാമത്തിനകത്തേക്ക് പ്രവേശനമൊന്നുമില്ല. അപ്പോൾ സമൂഹം ഭ്രഷ്ട് കൽപ്പിച്ചിരിക്കുന്നവർ പുറമ്പോക്കിൽ കർത്താവിനെ കാത്തിരിക്കുന്നു. നീണ്ട 38 വർഷക്കാലം ബെത്സൈദ കുളക്കടവിൽ ഒരുത്തൻ കാത്തിരിക്കുന്നു. കിടപ്പാടമാക്കിയവൻ, തളർവാദ രോഗി, കിടപ്പാടമാക്കിയവനും കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നു. നീണ്ട 38 വർഷക്കാലം ബെത്സൈദ കുളക്കടവിൽ കർത്താവിന് സൗഖ്യത്തിന് വേണ്ടി കാത്തിരുന്നവനോട് ഈശോ ചോദിക്കുന്നുണ്ട്, സൗഖ്യപ്പെടാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ പറയുന്നത് വെള്ളത്തിലിറക്കാൻ ആരുമില്ല എന്നുള്ളതാണ്. ഈശോ അവനോട് പറയുന്നത് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്, നീ ഇനി വെള്ളത്തിലേക്ക് ഇറങ്ങണ്ട, ഞാൻ നിന്നിലേക്ക് ഇറങ്ങാം. അപ്പോൾ കർത്താവിന് വേണ്ടി സൗഖ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരുടെ ഒരു നീണ്ട നിര നമ്മൾ പുതിയ നിയമത്തിലും കാണുന്നു. കുരിശ്, പാപമോചനത്തിൻ്റെ രക്ഷയുടെ അടയാളമായി കുരിശ് രക്ഷകന് വേണ്ടി കാത്തിരുന്നു പതിറ്റാണ്ടുകളോളം. അതോടൊപ്പം കല്ലറ ഉത്ഥാനത്തിന് വേണ്ടി കാത്തിരുന്നു. അപ്പസ്തോലന്മാരുടെ ജീവിതത്തിലും ഈ കാത്തിരിപ്പുണ്ട്. പെന്തക്കോസ്താ നാളിൽ അപ്പസ്തോലന്മാർ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ കാത്തിരിക്കുകയാണ്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ഇന്ന് തിരുസഭ ഈശോയുടെ രണ്ടാം വരവിന് വേണ്ടി കാത്തിരിക്കുന്നു. അതോടൊപ്പം അർപ്പിക്കപ്പെടുന്ന ഓരോ വിശുദ്ധ ബലിയിലും അപ്പം ഈശോയുടെ തിരുശരീരമായിട്ട് മാറാൻ വൈദികനെ കാത്തിരിക്കുന്നു. അതുപോലെ തന്നെയാണ് സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നേഴ്സ് സഹോദരി സഹോദരന്മാരെ, നിങ്ങളെയും കാത്ത് രോഗികൾ ഇരിക്കുന്നത്. എങ്ങനെയാണോ അൾത്താരയിൽ ഓസ്തി തിരുവോസ്തിയാകാൻ വേണ്ടി, ഓസ്തി ഈശോയുടെ തിരുശരീരമാകാൻ വേണ്ടി വൈദികനെ കാത്തിരിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഓരോ രോഗികളും നേഴ്സ് സഹോദരി സഹോദരന്മാരെ കാത്തിരിക്കുന്നത്. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ കാത്തിരിപ്പ് അനുഭവം തന്നെയാണ്. അപ്പോൾ ജോലിക്ക് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയവരെ കാത്തിരിക്കുന്നു കുടുംബനാഥനെ, കുടുംബനാഥയെ കാത്തിരിക്കുന്ന കുടുംബം, മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ. അപ്പം നിരന്തരമായി ഒരു കാത്തിരിപ്പ് നമ്മുടെ ജീവിതാനുഭവമാണ്. യാത്ര, അതിലൊരു ബസ് കാത്തു നിൽക്കുന്നവർ, ട്രെയിൻ കാത്തു നിൽക്കുന്നവർ, ഫ്ലൈറ്റ് കാത്തു നിൽക്കുന്നവർ. ഫ്ലൈറ്റൊക്കെ കാത്തിരിക്കും 3 മണിക്കൂർ മുമ്പേ എത്തണം. അപ്പോൾ ഒരു കാത്തിരിപ്പ് അനുദിന ജീവിതത്തിൽ അനുഭവമാണ്. ഈ അടുത്ത കാലത്ത് യാത്രയ്ക്കിടെ കണ്ടൊരു കാര്യമാണ്, ഒരു കാത്തിരിപ്പ് കേന്ദ്രം, ബസ് കാത്തിരിക്കുന്ന കാത്തിരിപ്പ് കേന്ദ്രം. ഈ കാത്തിരിപ്പ് കേന്ദ്രത്തിൻ്റെ പേരിട്ടിരിക്കുന്നത് തണൽ. എനിക്ക് വളരെ ആകർഷകമായിട്ട് തോന്നി. കാരണം ഈ ഷെൽട്ടറിൻ്റെ പേര് തണലെന്നാണെങ്കിലും ഈ കാത്തിരിപ്പ് കേന്ദ്രം വെയിൽ കൊള്ളുന്നുണ്ട്. കാത്തിരിപ്പ് കേന്ദ്രം വെയിൽ കൊള്ളുന്നത് കൊണ്ടാണ് അവിടെ ഇരിക്കുന്നവർക്ക് തണലുണ്ടാകുന്നത്. തണൽ മരങ്ങൾ നമുക്ക് തണൽ തരുന്നു, പക്ഷേ ഈ തണൽ മരങ്ങൾ വെയിൽ കൊള്ളുന്നുണ്ട്. ആരെങ്കിലും വെയിൽ കൊണ്ടാലേ തണലുണ്ടാവുള്ളൂ. രോഗികളായിട്ട് നിങ്ങളുടെ അടുക്കിലേക്ക് തമ്പുരാൻ അയക്കുന്നവർ ശരിക്കും കാത്തിരിക്കുന്നത് സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ്. അവർക്ക് ആദ്യമേ തന്നെ നമുക്ക് നൽകാൻ കഴിയേണ്ടത് ഈ തണലാണ്. സ്നേഹത്തിൻ്റെ തണൽ, സാന്ത്വനത്തിൻ്റെ തണൽ, പരിചരണത്തിൻ്റെ തണൽ. കാരണം സൗഖ്യത്തിന് വേണ്ടി നീണ്ട കാത്തിരിപ്പ്. 38 വർഷക്കാലം ബെത്സൈദ കുളക്കടവിൽ കടന്നവൻ കർത്താവ് 33-ാം വയസ്സിലാണ് മരിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ ക്രിസ്തു ജനിക്കുന്നതിന് മുൻപേ അവിടെ കാത്തിരിക്കാൻ തുടങ്ങിയതാ. നീണ്ട കാത്തിരിപ്പാണ്, 1-2 വർഷമൊന്നുമല്ല, 38 വർഷക്കാലമാണ് കാത്തിരിപ്പ്. ആ കാത്തിരിപ്പിൻ്റെ ഒരു പ്രതീക്ഷ, പ്രത്യാശ എത്ര വലുതായിരിക്കും. അപ്പോൾ നമ്മുടെ അടുക്കലേക്ക് രോഗികളായിട്ടുള്ളവർ കടന്നു വരുമ്പോൾ അവർ ചിലപ്പോൾ അനേകം നാളുകൾ കാത്തിരിപ്പ്, സൗഖ്യത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരിക്കും. ചിലപ്പോൾ സൗഖ്യം തന്നെ കിട്ടണമെന്നില്ല. അങ്ങനെയുള്ളവർക്ക് രോഗത്തെ അംഗീകരിക്കാനും സ്വീകരിക്കുവാനുള്ളൊരു മനസ്സ്, അതിനുവേണ്ടി തന്നെ ഇങ്ങനെ ഒരു കാത്തിരിപ്പ് വേണ്ടി വരും. അപ്പോൾ അങ്ങനെ കാത്തിരിക്കുന്നവരെ തമ്പുരാൻ നമ്മുടെ അടുക്കലേക്ക് അയക്കുന്നത് അവർക്ക് നമ്മൾ ആത്യന്തികമായി ഒന്നാമത് തണലായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഏത് രീതിയിൽ തണലാകും? നേരത്തെ പറഞ്ഞ പോലെ വെയിൽ കൊണ്ടാലേ തണലാവാൻ പറ്റൂ. അടുത്ത കാലത്ത് നേഴ്സസ് മിനിസ്ട്രിയിൽ ശുശ്രൂഷയ്ക്കായിട്ട് വന്നപ്പോൾ കേട്ടൊരു അനുഭവ സാക്ഷ്യം ഇങ്ങനെയാണ്. അതായത് ഒരു രോഗിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നു. ആ കൊണ്ടുപോകുന്ന അവസ്ഥയിൽ ഈ നേഴ്സസ് മിനിസ്ട്രിയിൽ സജീവമായിട്ട് ഉള്ള നേഴ്സാണ്. ഈ നേഴ്സ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഈ രോഗിയെ കൊണ്ടുപോകുമ്പോൾ ഇവർ പതുക്കെ പിൻവാങ്ങുന്നത് പ്രാർത്ഥിക്കാനാണ്. ഈ വ്യക്തിക്ക് വേണ്ടി, ഈ രോഗിക്ക് വേണ്ടി. ആ രോഗി ഒരു പക്ഷേ വ്യക്തിപരമായിട്ട് അറിയണമെന്ന് പോലും ഇല്ല. എന്നാൽ ആ രോഗിക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി, അതായത് മോശയുടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചപ്പോൾ ഇസ്രായേൽ ജനം വിജയിച്ചു എന്ന് പഴയ നിയമത്തിൽ വായിക്കുന്നത് പോലെ ഈ രോഗിക്ക് സൗഖ്യമുണ്ടാകുന്നതിന് വേണ്ടി കരങ്ങൾ ഉയർത്തി അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു നേഴ്സ്. എന്നിട്ട് ആ നേഴ്സ് പറയാണ്, ഓപ്പറേഷനിൽ ഒരു വിജയസാധ്യത ഉണ്ടായിരുന്നില്ല, പക്ഷേ തമ്പുരാൻ ഇടപെടുന്ന വഴികൾ നോക്കണം. ഈ ഒരു നേഴ്സ് അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് ഓപ്പറേഷൻ നടക്കുന്നു. അത്ഭുതാവഹമായിട്ടാണ് ആ രോഗി സൗഖ്യമാക്കപ്പെടുന്നത്. അപ്പോൾ തമ്പുരാൻ ഇടപെടാണ്. തണൽ. അപ്പോൾ ഇവിടെ വെയിൽ കൊള്ളാൻ തയ്യാറാകുന്നു, എങ്കിലേ തണലുണ്ടാകുന്നുള്ളൂ.
ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് ഒരു നേഴ്സ് തയ്യാറാകുന്നു എന്ന് പറഞ്ഞാൽ സ്വന്തക്കാരോ ബന്ധക്കാരോ കൂട്ടുകാരോ വീട്ടുകാരോ ഒന്നും അല്ല. അന്യജാതിക്കാരായിരിക്കാം, അന്യമതക്കാരായിരിക്കാം, അന്യഭാഷക്കാരായിരിക്കാം, ആരുമായിക്കൊള്ളട്ടെ. തമ്പുരാൻ നമ്മുടെ അടുക്കലേക്ക്, നിങ്ങളുടെ അടുക്കലേക്ക് ഏതെങ്കിലും രോഗിയെ വിട്ടിട്ടുണ്ടെങ്കിൽ ആത്യന്തികമായിട്ട് അവർക്ക് തണലായിട്ട് മാറണമെന്നാണ്. അപ്പോൾ പ്രാർത്ഥനയുടെ വെയിൽ കൊള്ളാൻ തയ്യാറാകണം. ത്യാഗമെടുക്കണമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ത്യാഗമെടുത്ത്, രോഗിക്ക് വേണ്ടി ത്യാഗമെടുത്ത് ശുശ്രൂഷ ചെയ്യാനായിട്ടൊരു നേഴ്സ് ഒരുങ്ങിയാൽ അവിടെ സൗഖ്യത്തിൻ്റെ തണൽ അനുഭവം ഉണ്ടാകും, ഒരു സംശയമില്ല. അപ്പോൾ കടന്നു വരുന്ന രോഗികൾക്ക് ശുശ്രൂഷിക്കാനായിട്ട് ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്, ഇവർക്ക് സ്നേഹത്തിൻ്റെ തണലായിട്ട് ഞാൻ മാറണം, ഇവർക്ക് സാന്ത്വനത്തിൻ്റെ തണലായിട്ട് ഞാൻ മാറണം, ഇവർക്ക് പരിചരണത്തിൻ്റെ തണലായിട്ട് ഞാൻ മാറണം. അതിനുവേണ്ടി ഞാൻ ത്യാഗമെടുത്താലും, എന്ത് ത്യാഗമെടുത്താലും ശരി, ഇവർക്ക് ഞാൻ ഒരു തണലായിട്ട് മാറും. ഒന്നാമത്. രണ്ടാമത്തെ കാര്യം, ഏതൊരു കാത്തിരിപ്പിലും ഒരു പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷ നഷ്ടപ്പെട്ട കാത്തിരിപ്പ് എന്ന് പറയുന്നത് അത് വളരെ നിരാശാജനകമാണ്. ചില രോഗികൾ കണ്ടില്ല, അനേകം വർഷങ്ങൾ ഈ രോഗശയ്യയിൽ കിടന്ന് അവരുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ കഷ്ടപ്പാടാണ്. കാര്യം രോഗശയ്യയിലാണെങ്കിൽ പോലും അവരുടെ മുഖത്ത് ആ പ്രകാശമൊക്കെ നഷ്ടപ്പെട്ടു, നിരാശയിലാണ്. ഇനി എന്താണ്, ഇനിയൊന്ന് വിളിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രക്ഷപ്പെടുന്നു യാതൊരു വിധത്തിലുള്ള ഒരു ബോധ്യമില്ല. അപ്പോൾ അത്തരത്തിലുള്ള രോഗികളെയും തമ്പുരാൻ നമ്മുടെ അടുക്കലേക്ക് എത്തിക്കുന്നു. നമുക്ക് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യം പ്രതീക്ഷയാണ്. പ്രതീക്ഷയോടുകൂടിയുള്ള കാത്തിരിപ്പ്. ഇപ്പോൾ നീണ്ട 38 വർഷക്കാലം ആ മനുഷ്യൻ ബെത്സൈദ കുളക്കടവിൽ കാത്തിരുന്നത് പ്രതീക്ഷയോടുകൂടെ തന്നെയാണ്. പ്രതീക്ഷ നഷ്ടപ്പെട്ട 38 ദിവസം പോലും നമ്മൾ കാത്തിരിക്കില്ല. അപ്പോൾ നീണ്ട വർഷങ്ങളോളം രോഗശയ്യയിലായിരിക്കുന്നവരെയും ശുശ്രൂഷിക്കാൻ ഒരുപക്ഷെ അവസരങ്ങൾ നമുക്ക് ലഭിച്ചേക്കും. അവർക്ക് നമ്മൾക്ക് കൊടുക്കാനുള്ളത് പ്രതീക്ഷയാണ്, 2 തരത്തിൽ. ഒന്ന്, എനിക്ക് തന്നെ ഒരു ആത്മീയ ഉണർവ് നൽകുന്ന പ്രതീക്ഷ. ഈ അടുത്ത കാലത്ത് നേഴ്സ് സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കാനായിട്ട് പോകുകയുണ്ടായി. അപ്പോൾ ഈ ക്ലാസ്സിനിടയിൽ ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ ഷാലോം ടി വിയിൽ നേഴ്സസ് ടൈംസ് ഒക്കെ കാണുന്നവരാണോ? അപ്പോൾ അതിൽ ഭൂരിഭാഗം പേരും അവർ നേഴ്സസ് ടൈംസ് കാണുന്നവരാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം 1-2 പേര് എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾക്ക് ഷാലോം ടി വിയിലൂടെ ഈ നേഴ്സസ് മിനിസ്ട്രിയിലൂടെ നടക്കുന്ന അനുഭവ സാക്ഷ്യങ്ങൾ വലിയ ഉത്തേജനമാണ് ഞങ്ങൾക്ക് നൽകുന്നത്, വലിയ പ്രതീക്ഷയാണ്. എന്നിട്ട് അവർ പറയുന്നത്, ഞങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഈ പഠനം കഴിഞ്ഞ് ഞങ്ങൾ ഈ ശുശ്രൂഷ രംഗത്തേക്ക്, ജോലി എന്നവർ പറഞ്ഞിട്ടില്ല, അതാണ്, ഈ ശുശ്രൂഷ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് ഉറച്ച ബോധ്യമുണ്ട്, തമ്പുരാൻ ഞങ്ങളുടെ കരങ്ങളിലൂടെ പ്രവർത്തിക്കും, കർത്താവ് ഞങ്ങളുടെ കരങ്ങളിലൂടെ സൗഖ്യം നൽകും, രോഗശാന്തി നൽകും. വലിയ ബോധ്യം അവർക്ക് കിട്ടാണ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയാണ്. ഈ പഠനം കഴിഞ്ഞ് നല്ല ജോലി കിട്ടി, നല്ല ശമ്പളം കിട്ടി, കുടുംബം നോക്കണം എന്നൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ അതുവരെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ പറയുന്നത് അങ്ങനെയല്ല. ഇപ്പോൾ പറയുന്നു, ഈ പഠനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ജോലിയൊക്കെ പരിശ്രമിച്ച് ജോലി കിട്ടിക്കഴിയുമ്പോൾ ഞങ്ങളുടെ ശുശ്രൂഷയിലൂടെ അനേകം പേരിലേക്ക് കർത്താവിൻ്റെ സൗഖ്യ ശുശ്രൂഷ ഇറങ്ങുമെന്നാണ്. എന്ത് വലിയ പ്രതീക്ഷയാണത്! അപ്പോൾ ലോകം തരുന്നൊരു പ്രതീക്ഷയല്ല അത് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന പ്രതീക്ഷയാണ്. അത്തരത്തിലുള്ളൊരു പ്രതീക്ഷ ഓരോ നേഴ്സ് സഹോദരി സഹോദരന്മാർക്കും ഉണ്ടാകണം. നിങ്ങൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ അറിയണം, മരുന്നോ ലേപനമോ അല്ല സൗഖ്യം നൽകുന്നത്, കർത്താവിൻ്റെ ഇടപെടലാണ്. കർത്താവ് ഇടപെടുമ്പോൾ മരുന്നിലൂടെയും ലേപനത്തിലൂടെയും സൗഖ്യം ഉണ്ടാകും. കർത്താവ് ഇടപെടണം. അപ്പോൾ ഈശോ ഇടപെട്ട് കഴിയുമ്പോൾ അനേക വർഷക്കാലം രോഗശയ്യയിലായിരുന്ന രോഗിക്ക് പോലും സൗഖ്യമുണ്ടാകുമെന്നുള്ളൊരു ബോധ്യം നിങ്ങളിൽ ആദ്യമേ തന്നെ ഉറയ്ക്കണം. നിങ്ങളുടെ ശുശ്രൂഷ വഴിയായി തമ്പുരാൻ്റെ സൗഖ്യ ശുശ്രൂഷ തുടരുന്നു എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. അതോടൊപ്പം നിങ്ങൾ തണലായിട്ട് മാറുന്ന, നിങ്ങളുടെ ശുശ്രൂഷ തണലായിട്ട് അനുഭവപ്പെടുന്ന രോഗികൾക്കും ഈ ഒരു ബോധ്യത്തിലേക്ക് എത്താനുള്ള അവസരം ഒരുക്കുകയാണ്. അത് ഒരുക്കമാണ്, ഇതൊരു ഒരുക്ക കാലഘട്ടമാണ്, ഇത് കാത്തിരിപ്പാണ്. അപ്പോൾ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കാൻ, അതിന് അനേകം പേരുടെ അനുഭവങ്ങൾ വചനത്തിലുടനീളം നമ്മൾ കാണുന്ന അത്തരത്തിലുള്ള അനുഭവങ്ങളല്ലേ. ചെങ്കടല് 2 പകുത്തപ്പോൾ നേതൃത്വം നൽകിയ മോശയുടെ കാലശേഷം ആ നേതൃത്വം ഏറ്റെടുക്കുന്നത് ജോഷുവയാണ്. ജോർദാൻ നദിക്കരയിൽ ജോഷുവ നിൽക്കുമ്പോൾ ജോഷുവയുടെ ഓർമ്മ മുഴുവൻ ചെങ്കടലിനെ 2 പകുത്ത തമ്പുരാൻ ഈ ജോർദാൻ നദിയെ 2ആക്കാനായിട്ട് കഴിവില്ലാത്തവനാണോ? ആ വലിയ ബോധ്യമാണ്, പ്രതീക്ഷ. അതായത് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട തമ്പുരാൻ മറ്റനേകം പേരുടെ ജീവിതത്തിൽ ഇടപെടുന്ന തമ്പുരാൻ ഈ രോഗിയുടെ ജീവിതത്തിലും ഇടപെടും, ഈ ഒരു അവസരത്തിൽ ഇടപെടും എന്നുള്ള പ്രതീക്ഷ. അത്തരത്തിലുള്ള പ്രതീക്ഷ കൊടുക്കാൻ നേഴ്സ് സഹോദരി സഹോദരന്മാർക്ക് സാധിക്കണം. രോഗികളായിട്ടുള്ളവർ, അവരൊരു പക്ഷേ
ബലഹീനമായ അവസ്ഥയിലായിരിക്കാം, നിരാശയുള്ള അവസ്ഥയിലായിരിക്കാം. നിങ്ങൾ പറയുന്നതിന് ഒരുപക്ഷെ മാന്യമായ രീതിയിൽ മറുപടി പറയാൻ പോലും മനസ്സില്ലാത്തവരായിരിക്കാം. പല തരക്കാരുമാണ്, പല വിഭാഗക്കാരാണ്. പക്ഷേ ഏത് തരമാകട്ടെ, ഏത് വിഭാഗമാകട്ടെ, ഏത് ഭാഷയാകട്ടെ, ഏത് മതമാകട്ടെ, ഒരു വ്യക്തിയെ തമ്പുരാൻ നിങ്ങളുടെ അടുക്കലേക്ക് എത്തിക്കുന്നു എങ്കിൽ ആ മനുഷ്യൻ കർത്താവിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകനാണ്. ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തപ്പോൾ എനിക്ക് തന്നെ ചെയ്തു തന്നു. അപ്പോൾ ആദ്യമേ തണലാകാൻ തയ്യാറാകണം. രണ്ടാമത് നമ്മൾ പ്രതീക്ഷ കൊടുക്കുന്നവരായിരിക്കണം. മൂന്നാമത് വളരെ പ്രധാനപ്പെട്ട കാര്യം അതാണ്. ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം 15-ാം തിരുവചനം. ലൂക്ക 3:15 ജനങ്ങളെല്ലാം പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുകയാണ് മിശിഹായെ. സ്നാപകൻ്റെ പ്രഭാഷണമാണ് ലൂക്ക 3-ന്റെ മുഖ്യമായ വിഷയം. സ്നാപകൻ വന്നിട്ട് പറയുന്നു, അണലി സന്തതികൾ ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ ആരാണ് നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത്? മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം എന്നൊക്കെ പറഞ്ഞ് ലൂക്കാ സുവിശേഷം വളരെ മനോഹരമായിട്ട് എഴുതി ചേർത്തിട്ടുണ്ട്. സകല മനുഷ്യരും രക്ഷ അറിയണം എന്നൊക്കെ നമ്മളതിൽ വായിക്കുന്നു. അപ്പോൾ ഈ സ്നാപകൻ്റെ പ്രഭാഷണം കേട്ട് സ്നാപകനെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ജനം 3:15 ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്: പ്രതീക്ഷയോടുകൂടെ ഇരുന്നവരെല്ലാം യോഹന്നാനെ കുറിച്ച് പറഞ്ഞു, ഇവൻ തന്നെയാണോ ക്രിസ്തു? ഇവൻ തന്നെയാണോ ക്രിസ്തു? പ്രതീക്ഷയോടുകൂടെ ഇരുന്നവർ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ് തണലാകണം, പ്രതീക്ഷ കൊടുക്കണം. ഈ പ്രതീക്ഷയോടുകൂടെ ഇരിക്കുന്നവർ പറയുന്നു, ഇവൻ തന്നെയാണോ ക്രിസ്തു? എന്തുകൊണ്ടാണ് സ്നാപകനെക്കുറിച്ച് അങ്ങനെ ജനം ചിന്തിക്കാൻ കാരണം? ഒന്ന്, സ്നാപകൻ്റെ പ്രഭാഷണം ശരിയാണ്. സ്നാപകൻ്റെ ഭക്ഷണരീതി, വസ്ത്രധാരണം. അപ്പോൾ സ്നാപകൻ്റെ നടപ്പും എടുപ്പും എല്ലാം അവർക്കൊരു ബോധ്യം കൊടുക്കുന്നു, ഇവൻ തന്നെയാണോ ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്ന ക്രിസ്തു, മിശിഹ? ഇവൻ തന്നെയാണോ മിശിഹ? ഈശോയിൽ സ്നേഹം നിറഞ്ഞ നേഴ്സ് സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ രോഗികൾക്ക് തണലായിട്ട് മാറുമ്പോൾ, നിങ്ങൾ രോഗികൾക്ക് പ്രതീക്ഷ നൽകുമ്പോൾ, അറിയാതെ രോഗികളും നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കണം, ഇവൻ തന്നെയാണോ ക്രിസ്തു? ഇവൾ തന്നെയാണോ ക്രിസ്തു? മദർ തെരേസയുടെ മടിയിൽ കിടന്ന് ഒരു അനാഥ കുട്ടി പറഞ്ഞതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ മദർ തെരേസയുടെ ജീവചരിത്രത്തിൽ. ആ കുട്ടി മരിക്കാൻ പോകുന്ന അവസ്ഥയാണ്. ഈ മരിക്കാൻ പോകുന്ന അവസ്ഥയിൽ ഈ കുട്ടി ചോദിക്കുകയാണ്, നിങ്ങളാണോ മാലാഖ? നിങ്ങളാണോ ദൈവം? അപ്പോൾ അനാഥമായിരുന്ന ആ കുഞ്ഞിനെ സനാഥമാക്കുന്നത് മദർ തെരേസയുടെ അവസരോചിതമായ ഇടപെടലാണ്. മദർ തെരേസയുടെ മടിയിൽ കിടന്ന് അന്ത്യശ്വാസം വലിക്കുന്നതിന് മുമ്പ് ആ കുട്ടി ചോദിക്കുന്നു, നീയാണോ ദൈവം? നീയാണോ മാലാഖ? നിങ്ങളുടെ പരിചരണമേൽക്കുന്ന ഓരോ രോഗികളും ഇത് തന്നെയാണ് ചിന്തിക്കേണ്ടത്, ഇത് തന്നെയായിരിക്കുമോ ക്രിസ്തു? ഇവൾ തന്നെയായിരിക്കുമോ ക്രിസ്തു? അപ്പോൾ നമ്മുടെ വസ്ത്രധാരണം, നമ്മുടെ ഭക്ഷണ രീതികൾ, നമ്മുടെ ഇടപെടലുകൾ ഏത് തരത്തിലുള്ളതായിരിക്കണം? പ്രിയപ്പെട്ട നേഴ്സ് സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കൊരു വസ്ത്രധാരണമുണ്ട്. അത് നിങ്ങളുടെ ഡ്രസ്സ്, നിങ്ങളുടെ അഡ്രസ്സാണ്. ശരിയാണ്, നിങ്ങൾ മാലാഖമാരെന്നറിയപ്പെടുന്നു. ആ തൂവെള്ള വസ്ത്രം ധരിക്കുമ്പോൾ നിങ്ങളിൽ നിന്നും ജനം അല്ലെങ്കിൽ രോഗികൾ പ്രതീക്ഷിക്കുന്നത് അത്തരത്തിലുള്ളൊരു സ്വഭാവ രീതി കൂടിയാണ്. അപ്പോൾ നമ്മുടെ വസ്ത്രധാരണം വളരെ പ്രധാനപ്പെട്ടത്. ഒരു വൈദികനായ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വസ്ത്രധാരണം എനിക്കൊരു അഡ്രസ്സ് തരുന്നുണ്ട്. ഞാനൊരു സന്യാസിയാണ്, ഇതാ ഈ വസ്ത്രമിടുമ്പോൾ ഞാനൊരു കപ്പുച്ചിൻ സന്യാസിയാണ്, വളരെ വ്യക്തമാണത്. അപ്പോൾ അതുപോലെ ഒരു നേഴ്സ്, നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം നിങ്ങൾക്കൊരു അഡ്രസ്സ് തരുന്നു, നിങ്ങൾക്കൊരു പേര് തരുന്നു. ആ പേര് വിഭാവനം ചെയ്യുന്ന പെരുമാറ്റം നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. വസ്ത്രധാരണം, ഭക്ഷണ രീതികൾ. ഈ നോമ്പുകാലം, പിന്നെ ആഗമനകാലം 25 നോമ്പ് എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. ഇതൊരു നോമ്പ് കാലമാണ്, ചെറിയ നോമ്പ്, 25 നോമ്പ്. ഇതിൽ നമ്മൾ കുറച്ച് ഭക്ഷണങ്ങളൊക്കെ മാറ്റിവെക്കുന്നു, അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടങ്ങൾ നമ്മൾ മാറ്റിവെക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ആഗ്രഹമുള്ള ഭക്ഷണങ്ങൾ നമ്മൾ വേണ്ടാന്ന് വയ്ക്കുന്നു, കൊതിയൂറുന്ന ഭക്ഷണങ്ങൾ വേണ്ടാന്ന് വയ്ക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു നേഴ്സായ നിങ്ങൾ, നമ്മളിൽ നിന്നും തിരുസഭ പ്രതീക്ഷിക്കുന്നത് ഇത്തരത്തിലാണ്: എൻ്റെ വസ്ത്രധാരണം, എൻ്റെ ഭക്ഷണ രീതികൾ, എൻ്റെ സ്വഭാവ രീതിയെ സ്വാധീനിക്കണം. അതോടൊപ്പം ദൈവത്തിൻ്റെ ഇഷ്ടം എന്നിലൂടെ നിറവേറണം. അപ്പോൾ എന്നെ കാണുന്നവൻ ക്രിസ്തുവിനെ കാണുന്ന രീതിയിൽ നമ്മൾ എല്ലാ ദിവസവും എന്ന പോലെ വിശുദ്ധ ബലി അർപ്പിക്കുന്നു, അല്ലേ? നിങ്ങൾ വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുന്നു, വിശുദ്ധ ബലി അർപ്പിക്കുന്നു. ഈശോയുടെ തിരുശരീരവും തിരുരക്തവും വൈദികനെടുത്ത് ഉയർത്തുമ്പോൾ വളരെ ഭക്തിയോടുകൂടെ, വലിയ വിശ്വാസത്തോടു കൂടെയല്ലേ നമ്മൾ വിശുദ്ധ ബലി അർപ്പിക്കുന്നത്. വൈദികൻ അപ്പമെടുത്ത് ഉയർത്തിയിട്ട് പറയുന്നു, ഇതെൻ്റെ ശരീരം. വീഞ്ഞെടുത്ത് ഉയർത്തിയിട്ട് പറയുന്നു, ഇതെൻ്റെ രക്തം. അങ്ങനെ വൈദികൻ സ്ഥാപക വചനങ്ങൾ ഉച്ചരിച്ച് ഈശോയുടെ തിരുശരീരമായിട്ട് മാറുന്നു, ഈശോയുടെ തിരുരക്തമായിട്ട് മാറുന്നു. ആ ഈശോയുടെ തിരുശരീരവും തിരുരക്തവും ദിവ്യകാരുണ്യം ഓരോ വിശ്വാസികളും സ്വീകരിക്കുന്നു. അങ്ങനെ ഓരോ വിശ്വാസികളും ദിവ്യകാരുണ്യം സ്വീകരിച്ചു പോകുമ്പോൾ വൈദികൻ അൾത്താരിൽ പറഞ്ഞ വചനം ഓർക്കണം, ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം. അങ്ങനെ ഈശോയുടെ തിരുശരീരം ദിവ്യകാരുണ്യം സ്വീകരിച്ച് മടങ്ങുന്ന വിശ്വാസികളെ നോക്കി ഈശോ എന്തു പറയും?
പലപ്പോഴും എൻ്റെ മനസ്സിലേക്ക് വന്നിട്ടുള്ളൊരു ചോദ്യം ഇതാണ്, ഈശോ എന്ത് പറയും? ഈശോ ഇത് തന്നെ പറയും, ഈ പോകുന്നവൻ, ദിവികാരുണ്യം സ്വീകരിച്ച് സ്വഭവനങ്ങളിലേക്കും ജോലി സ്ഥലങ്ങളിലേക്കും പോകുന്നവൾ, ഇതാ എൻ്റെ ശരീരം, ഇത് എൻ്റെ രക്തം. ഈശോ ആ വ്യക്തിയെക്കുറിച്ച് അതാ പറയുള്ളൂ, ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം. ആൾത്താരിൽ പുരോഹിതൻ പറയുന്ന അതേ സ്ഥാപക വചനങ്ങൾ ഈശോ ദിവികാരുണ്യം സ്വീകരിച്ച ഓരോ വിശ്വാസിയോടും പറയും, ഇത് നീ എൻ്റെ ശരീരം, നീ എൻ്റെ രക്തം. അങ്ങനെയെങ്കിൽ നമ്മൾ ശുശ്രൂഷാവേദിയിലേക്ക് ഇറങ്ങുന്നു. നിങ്ങൾ നഴ്സ് സഹോദരന്മാർ, നിങ്ങളുടെ ശുശ്രൂഷാവേദി തീർച്ചയായിട്ടും രോഗികളാണ്. ആശുപത്രികൾ, ക്ലിനിക്കുകൾ, വാർഡുകൾ, അവിടെ രോഗികൾ. ഈ രോഗിയുടെ അടുക്കലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ ഈശോ നിങ്ങളെ നോക്കി പറയും, ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 40-ാം തിരുവചനം, ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തപ്പോൾ എനിക്ക് തന്നെ ചെയ്തു. കർത്താവ് നിങ്ങളെ നോക്കി ഇത് കർത്താവിൻ്റെ ശരീരമാണെന്നും കർത്താവിൻ്റെ രക്തമാണെന്നും ഈശോ പറയുമ്പോൾ നിങ്ങൾ ഒരു രോഗിയെ നോക്കി എന്ത് പറയണം? മത്തായി 25:40, ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തപ്പോൾ എനിക്ക് തന്നെ ചെയ്തു. നിങ്ങളൊരു രോഗിയെ ശുശ്രൂഷിക്കുമ്പോൾ നിങ്ങൾ പറയേണ്ടത് ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം. ദിവികാരുണ്യം സ്വീകരിച്ച ഏതൊരു വിശ്വാസിയെയും നോക്കി ക്രിസ്തു പറയുന്ന അതേ വചനങ്ങൾ നിങ്ങൾ ശുശ്രൂഷ ചെയ്യാൻ വിളിക്കപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് ഏൽപ്പിക്കപ്പെട്ട രോഗികളെ കാണുമ്പോൾ നിങ്ങളും പറയണം, ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം. ആരുടെ ശരീരം, ആരുടെ രക്തം? ക്രിസ്തുവിൻ്റെ. നീ ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമാണെങ്കിൽ ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തപ്പോൾ എനിക്ക് തന്നെ ചെയ്തു എന്നുള്ള വചനം ഇതാ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ രോഗിയെ നോക്കി നിനക്കും നിന്റെ മനസ്സിൽ പറയാൻ കഴിയണം, ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം. അങ്ങനെ വരുമ്പോൾ നീ ഏതു മനോഭാവത്തോടുകൂടെ ഈ രോഗികളെ ശുശ്രൂഷിക്കും? പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ചെറിയ കാര്യമല്ല. ഈ ഒരു കാത്തിരിപ്പിൻ്റെ ആഗമനകാലത്ത്, ഈ ആഗമനകാലത്തിന് അവസാനം തിരുപ്പിറവി ആഘോഷിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഇതാണ്, ഈ ഒരു മനോഭാവത്തോടു കൂടെ വേണം എനിക്ക് ദൈവം എന്നെ ഏൽപ്പിച്ച് രോഗികളെ ശുശ്രൂഷിക്കാൻ. അങ്ങനെയെങ്കിൽ ഈ രോഗികൾ നമ്മുടെ വരവ് കാണുമ്പോഴേ പറയും, നമ്മുടെ പദചലനങ്ങൾ എത്തുമ്പോഴേ പറയും, ഇത് ക്രിസ്തു തന്നെയാണോ? ലൂക്കാസ് സുവിശേഷം 3:15 അന്വർത്ഥമാകും. പ്രിയപ്പെട്ടവരെ, പ്രതീക്ഷയോടുകൂടെ, തണലിൽ പ്രതീക്ഷയോടുകൂടെ കാത്തിരുന്നവരെല്ലാവരും നിങ്ങളുടെ ശുശ്രൂഷ കിട്ടുമ്പോൾ അറിയാതെ ചിന്തിച്ചു പോകും, ഇവൻ തന്നെയോ ക്രിസ്തു, ഇവൾ തന്നെയോ ക്രിസ്തു. അത്തരത്തിലുള്ള ഒരു ശുശ്രൂഷ രീതിയിലേക്കുള്ള ഒരുക്ക കാലഘട്ടമാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഈ ആഗമന കാലം എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ ക്രിസ്മസ് ദിനത്തിൽ ഓഫ് കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കും. എല്ലാ നഴ്സസ് സഹോദരങ്ങളും ആഗ്രഹിക്കും. കാരണം പാതിര കുർബാനയ്ക്ക് പോകണം, വിശുദ്ധ ബലിയിൽ സംബന്ധിക്കണം, ആ ദിവസം ജോലി കിട്ടാതിരിക്കട്ടെ അല്ലെങ്കിൽ ഡ്യൂട്ടി കിട്ടാതിരിക്കട്ടെ എന്ന് ഒരു പക്ഷേ ആശിച്ചു പോകും. പക്ഷേ ഞാനിതിനെ വേറൊരു രീതിയിൽ കാണാനായിട്ട് പരിശ്രമിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അൾത്താരയിൽ അപ്പം ഈശോയുടെ തിരുശരീരമാകാൻ വേണ്ടി വൈദികനെ കാത്തിരിക്കുന്നത് പോലെ ഒരു രോഗി ഈശോയെ സ്നേഹിക്കുന്ന നേഴ്സ് സഹോദരി സഹോദരന്മാരെ കാത്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ തിരുപ്പിറവി നമ്മൾ ആഘോഷിക്കേണ്ടത് അൾത്താരയിലെ വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ട് മാത്രം അല്ല, പിന്നെയോ നിങ്ങൾ, പ്രത്യേകിച്ച് നേഴ്സ് സഹോദരി സഹോദരന്മാർ, നിങ്ങളുടെ ശുശ്രൂഷയിലൂടെയാണ്. 25-ാം തീയതി, 24-ാം തീയതി കഴിഞ്ഞ് 25-ാം തീയതി പാതിര, ആ വെളുപ്പാങ്കാലം, 25-ാം തീയതി വെളുപ്പാങ്കാലത്ത് ഇതാ ക്രിസ്മസ് ആഘോഷിക്കാനായിട്ട് പള്ളിയിലേക്ക് എല്ലാവരും പാതിര കുർബാനയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ഡ്യൂട്ടിക്ക് വേണ്ടി പോകുമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ പറയേണ്ടത് ഇതാണ്, കഷ്ടമെന്നല്ല, മറിച്ച് എനിക്ക് കിട്ടിയ നല്ല അവസരം എന്ത്? ഈശോ പിറന്നു വീഴുന്ന ഈ ഒരു പാതിരാവിൽ ഈശോയുടെ സ്നേഹം പിറക്കാനായിട്ട് ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കുകയാണ്. ഞാൻ ശുശ്രൂഷ ചെയ്യാനായിട്ട് എൻ്റെ മുമ്പിലേക്ക് കർത്താവ് തന്നിട്ടുള്ള രോഗികൾക്ക് ക്രിസ്തുവിൻ്റെ ജനനം ഉണ്ടാകും. എപ്പോ? നീ തണലായിട്ട് മാറുമ്പോൾ, നീ പ്രതീക്ഷ നൽകുമ്പോൾ, നീ അവർക്ക് ക്രിസ്തുവിൻ്റെ സാന്നിധ്യമായിട്ട് മാറുമ്പോൾ. അത്തരത്തിലുള്ള ഒരു ക്രിസ്മസ് ആഘോഷം നിങ്ങൾക്കും ഉണ്ടാകട്ടെ. അങ്ങനെയെങ്കിൽ 24-ാം തീയതി പാതിര കഴിഞ്ഞ് 25-ാം തീയതി വെളുപ്പാങ്കാലത്തേക്ക് നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾക്ക് ഡ്യൂട്ടി കിട്ടി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സ് സന്തോഷിക്കണം, നിങ്ങളുടെ മുഖം പ്രകാശിക്കണം. കാരണം തമ്പുരാൻ എനിക്ക് വിശേഷാൽ വിധിയാൽ ഒരവസരം തന്നിരിക്കുന്നു. അപ്പം പുരോഹിതനെ കാത്തിരിക്കുന്നത് പോലെ രോഗി ഈശോയെ അറിയുന്ന നേഴ്സന്മാരെ കാത്തിരിക്കുന്നു. പ്രശാന്തമായ സുരഭിലമായ നല്ലൊരു പിറവിത്തിരുന്നാൾ ആഘോഷിക്കുന്നു. അതിന് തക്കതായ ഒരുക്കം ഈ കാലഘട്ടത്തിൽ നമുക്കുണ്ടാകട്ടെ. ഏവർക്കും ഒരിക്കൽ കൂടി തിരുപ്പിറവിയുടെ മംഗളങ്ങൾ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
എത്ര വലിയ ബോധ്യങ്ങളാണ് അച്ഛനിലൂടെ ഈശോ നമുക്ക് നൽകിയത്. നമുക്ക് വേണ്ടി കാലിത്തൊഴുത്തിൽ മനുഷ്യനായി പിറന്ന ഈശോയുടെ ആ വലിയ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നതിന് നാം സദാ സന്നദ്ധരായിരിക്കണം. ക്രിസ്തുമസ് കാലഘട്ടങ്ങളിൽ പോലും ഒന്ന് കുമ്പസാരിക്കാതെ ആഘോഷങ്ങളുടെ മാത്രം പുറകെ പോകുന്ന ഒരു വലിയ തലമുറയാണ് നമുക്ക് ചുറ്റുമുള്ളത്. നാം നഴ്സുമാർ കുമ്പസാരിച്ച് നമ്മുടെ ഹൃദയങ്ങളെ ഉണ്ണീശോയുടെ പിറവയ്ക്കായി ഒരുക്കുന്നതോടൊപ്പം നാം ശുശ്രൂഷിക്കുന്ന രോഗികളെയും അതിനുവേണ്ടി ഒരുക്കുന്നതിനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട്. അങ്ങനെ അവരുടെ ആത്മീയ ജീവിതങ്ങളിൽ ഒരു ഉണർവാകുന്നതിന് ഓരോ നഴ്സിനും സാധിക്കണം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധയായി തീരട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.